വീട്ടിലെങ്ങനെ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? വീട്ടിൽ പാല് വാങ്ങിക്കുന്ന ആർക്കും വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് പാല് കാച്ചി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ പാട പോലെ ഇങ്ങനെ കിട്ടൂലേ, അതെടുത്ത് മാറ്റി വെക്കണം. അത് നമ്മൾ 1-2 ആഴ്ച മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു പാത്രം നിറച്ച് കിട്ടും കേട്ടോ. ഇത് മാറ്റി വെക്കേണ്ടത് ഫ്രീസറിൽ വേണം കേട്ടോ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോവും. പിന്നെ അതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബ്ലെൻഡറിലേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ പാടയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഫാറ്റ് എല്ലാം വേറെ സെപ്പറേറ്റ് ആയി കിട്ടും കേട്ടോ. ഇത് നമ്മളിങ്ങനെ 1-2 വട്ടം കഴുകി എടുക്കണം. കാരണം അതിനകത്ത് പാലിൻ്റെയും മോരിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ്, പുളി ടേസ്റ്റൊക്കെ ഉണ്ടാവും. ആ പാലിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോണ വരെ ഒരു 2-3 വട്ടം നമ്മൾ വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണം. കണ്ടോ, 3 വട്ടമൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിനെയാണ് നമ്മൾ വെണ്ണ എന്ന് വിളിക്കുന്നത്. നമുക്ക് വെണ്ണയാണ് വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് പരിപാടി നിർത്താം. പക്ഷെ നമുക്ക് നെയ്യാണല്ലോ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും ഇതിനകത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇങ്ങനെ പതഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ആ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിയുമ്പോഴേക്കും ഈ ഇങ്ങനെ പതയണേൻ്റെ അർത്ഥം അതിലത്തെ വെള്ളം പോകുന്നു എന്നാണ്. അപ്പോഴേക്കും നമ്മുടെ നെയ്യ് നല്ല ഗോൾഡൻ യെല്ലോ കളറായി കിട്ടും. ഇതാണ് കേട്ടോ പരുവം. നമ്മുടെ ഗീ റെഡിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ.